ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പിയെ ദുബായ് വൈറൽ കറക്റ്റ് ചായ വിത്ത് ടോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചായ തയ്യാറാക്കാം. കറക്റ്റ് ചായ എന്ന് പറഞ്ഞാല് സ്ട്രോങ് ടീന്നേ ഉള്ളേ. അപ്പം നമുക്ക് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ടീയാ നമുക്ക് റെഡിയാക്കാം. വാ, നമുക്ക് ഈ ചായ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂൺ ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ പോവാണ്. നല്ല സ്ട്രോങ് ടീ ആണ്. അപ്പം കാരമലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു കളറും കിട്ടുമല്ലോ. നമ്മൾ ഇത് ഈ ഒരു സ്പൂൺ ഷുഗറിനകത്തേക്ക് ഞാനൊരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു 3 ഏലക്കായും കൂടി ഇടുന്നുണ്ട്. ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഒന്ന് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഒഴിക്കുവാണ്. അപ്പം കൈയൊക്കെ മാറ്റി പിടിച്ചൊഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോട്ടൊക്കെ തെറിക്കും. അപ്പം ഇപ്പോൾ ഈ ഷുഗർ ഒന്ന് കട്ടിയായി ഇരിക്കുവാണ്. ഇനി അത് ചെറിയ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ കട്ടിയായതെല്ലാം ഒന്ന് മെൽറ്റ് ആയിക്കോളുവേ. ഷുഗറെല്ലാം ഈ മിൽക്കിനകത്ത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീ ബാഗ് ഇട്ട് കൊടുക്കുവാണ്. ഈ ടീ നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടീ എല്ലാം നല്ല സ്ട്രോങ് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഏലക്കായൊക്കെ ഇട്ടോണ്ടാണ് ഇതിനകത്തേക്കൊന്ന് അരിച്ചൊഴിച്ച് ഇപ്പൊ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിന്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമുക്ക് ബ്രെഡിനകത്തുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈസിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് സോഫ്റ്റ് ചീസ് വെച്ച് നമുക്ക് ഒരു കോട്ട് ഇത് കൊടുക്കാം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും സോഫ്റ്റ് ചീസ് നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ മക്കൾക്ക്. അപ്പം കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ മോക്കാണ്. അപ്പം അവള് ക്യാമറയുടെ മുമ്പിൽ വരുമോന്ന് അറിയത്തില്ല. അപ്പം 2 സൈഡിലും നമുക്ക് സോഫ്റ്റ് ചീസ് തേച്ച് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടെ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇതിൽ ഫില്ലിങ് ഇടുന്നത് ഞാൻ ഇത് ഫ്രഷ് ക്രീമും അതിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്ക് 1 സ്പൂണ് ഫ്രഷ് ക്രീമും 1 സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടെ. അതാണ് ഇത്. നല്ല ക്രീമിയുമാ, പക്ഷെ നല്ല സ്വീറ്റ് ആണല്ലോ. സോഫ്റ്റ് ചീസിന് സ്വീറ്റ് ആയിട്ടുള്ളതല്ല. അപ്പം 2 വിധത്തിലുണ്ടാക്കിയിട്ടും നമുക്ക് നോക്കാം ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചായ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് ചായ. അതിങ്ങനെ നല്ല മെൽറ്റ് ആകും ഇപ്പം ആ ബ്രെഡ് എല്ലാം കൂടെ. അതുപോലെ 2 ഇതിലും ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ മോനെ വിളിക്കുന്നത്. അപ്പം ഞാൻ 2 ഫില്ലിങ്സ് ഇട്ടത് അവൻ കണ്ടിട്ടില്ല. അപ്പം അവനെ വിളിച്ചിട്ട് അവൻ ഏതാ ഇഷ്ടമായതെന്ന് നമുക്ക് നോക്കാം. കിരൺ, ഇനി വന്നേ. ഇത് ടേസ്റ്റ് ചെയ്ത് ഏതാ ഇഷ്ടമായെന്ന് നോക്കിക്കേ. ഇത് ഒരു ദുബായ് വൈറൽ സാധനമാ, കറാക്കി ചായ വിത്ത് ടോസ്റ്റ്. അത് ഇതിൽ 2ലും ഡിഫറെന്റ് ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിലേതാ മോന് ഇഷ്ടമായെന്ന് നോക്കിക്കേ. ഇനി ഇത് നോക്കിക്കേ. ഇനി ഇതിന്റെ ടേസ്റ്റ് കൂടെ നോക്കണേ. അത് ഇറക്കി കഴിഞ്ഞിട്ട്
രണ്ടും നല്ലതാണോ? ഏതാ കൂടുതൽ ഇഷ്ടമായേ? ഇതാ കുറച്ചുകൂടെ ഇഷ്ടമായത്. ഇതോ? മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത്. ഓക്കെ. അപ്പം ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. രണ്ടും നല്ല ഡിഫറെന്റ് ടേസ്റ്റ്. പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഈ സ്വീറ്റ് ആയിട്ടുള്ളതാ. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമായത്. മോനും ഇത് തന്നെയല്ലേ കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇച്ചിരി സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിങ്സ് കൊടുക്കുന്നതായിരിക്കും സ്ട്രോങ് ടീ ചേർക്കുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാവുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ രണ്ടും ചെയ്തൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാകുന്നത് അത് ഉപയോഗിക്കണം. ഇപ്പം ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടെ ഉള്ള ഒരു ഫില്ലിങ്സ് അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സ്ട്രോങ് ടീ ചേർത്തപ്പോൾ അത് നല്ല ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ചീസ് ചെയ്തുള്ളതും നോട്ട് ബാഡ്. അതും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് ഒത്തിരി ഈസി ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ. ബൈ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ. താങ്ക് യു ഓൾ.